അദ്ദേഹം എങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയായത് ഇവരിടയിൽ ഇങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടിയിട്ടേ, പോപ്പല്ല, കർദിനാളല്ല, ബിഷപ്പല്ല, അച്ഛനല്ല, കൊച്ചച്ഛനല്ല, എന്താണ് ആൽമായനല്ല, പിന്നെ ഷൊമ്മാശനല്ല, ഒന്നുമില്ല കേട്ടോ, ബേജാറാവൊന്നും വേണ്ട. പോപ്പ് ഏറ്റവും മേലെയുള്ള ആൾ, അതിനുശേഷമുള്ള ആളാണ് കർദിനാൾ, അതിനുശേഷമുള്ള ആളാണ് ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, അതിനുശേഷമുള്ള ആളാണ് ബിഷപ്പ്, അതിന്റെ ശേഷമുള്ള പള്ളിയിലൊക്കെ അച്ഛൻ, പിന്നെ ഷൊമ്മാശൻ എന്ന് പറഞ്ഞ പള്ളിയിലെ മുക്രിയാക്കൻ, കൊച്ചച്ഛൻ എന്നും പറയാം. പിന്നെ ആൾമായർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജനറൽ ബോഡി മെമ്പർമാർ, മഹലിലുള്ള ആളുകൾ. വെറുതെ പറയണേ, ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ആരാണല്ലോ മൂപ്പരോട് പറഞ്ഞത്? ഇത് മനോഹരമായിട്ട് പാടിയിട്ട് അയാൾ അർത്ഥം പറയുന്നുണ്ട്. യേശുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വന്നാൽ മുൻകാലത്തുള്ള വേദക്കാരോട് നിങ്ങൾ ചോദിച്ച് സംശയം തീർക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കണം, നിങ്ങൾ ബൈബിളുകാരോട് അന്വേഷിക്കണം. ഇങ്ങനെ പറയണത് ആര് പറഞ്ഞു? ബൈബിൾ അംഗീകരിക്കണം, ബൈബിൾ വായിക്കണം എന്ന്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഈ പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ, അള്ളാഹിന്റെ റസൂലോര് പറയുന്ന വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഇതുവരെയുമുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതൊരു പുതിയ സംഗതിയൊന്നുമല്ല. ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇതാണ് ഈ അടിസ്ഥാനപരമായ കാര്യം. മൂസാ നബി പഠിപ്പിച്ചിട്ടുണ്ട്, ഈസാ നബി പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിപ്പിച്ചത് ഇതാണ്. അപ്പൊ റസൂൽ ഒരു പുതിയ സംഗതി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നിരൂപിക്കുകയാണെങ്കിൽ മുൻകാല വേദക്കാരോട് ചോദിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാ ഇത് ബൈബിളാന്ന് പറഞ്ഞത്? ഖുർആൻ പറയുന്ന ഇഞ്ചീൽ, തോറാത്ത്, സബൂർ, അത് ബൈബിളായിട്ട് എന്ത് ബന്ധമാണ് അതിനുള്ളത്? നമ്മളത് മനസ്സിലാക്കണ്ടേ?